മതേതരരാന്ന് പറയുന്ന പല ആൾക്കാരുടെ നമ്മൾ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണോ ചോദിച്ചാൽ അവർ പറയും അയ്യോ അത് വർഗീയ പാർട്ടി, അതൊരു സമുദായം. അപ്പോൾ നമ്മൾക്ക് ഏത് സമുദായം? അപ്പോൾ വലിയ ബബ്ബ പറയും, അല്ലെങ്കിൽ ലാസ്റ്റ് മറ്റേ തുണിയൊക്കെ കാണിക്കും. ഇതാണ് പൊതുവേ നടക്കുന്നത്. ഈ മുസ്ലിം ലീഗ് ആക്ച്വലി ഒരു മത പാർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു വർഗീയ പാർട്ടിയാണ്. അതൊരു ഓരോരുത്തരുടെ നറേഷൻ പോലെ. അപ്പോൾ നിങ്ങൾ പറയുന്നത് എല്ലാ പാർട്ടികളും ജനാധിപത്യ പാർട്ടിയാണെന്നാൽ ഓക്കെ ഫൈൻ, സത്യബോധ പാർട്ടികൾ പ്രശ്നമില്ലാന്ന് ഓക്കെ. അല്ലാതെ ഇവിടെ ഒരു ഇരട്ടത്താപ്പുണ്ട്. ഇപ്പോൾ ചിലർ ഈ മറ്റേ BJP വർഗീയ പാർട്ടി എന്നറിയാം. എന്നാൽ അതിലും ഭീകരമായ ഒരു മതത്തിൻ്റെ പേര് വെച്ചുള്ള മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് ചോദിച്ചാൽ അയ്യോ അല്ലല്ലോ സമുദായം മറ്റേത് മറിച്ച് പറഞ്ഞാൽ കുണയ്ക്കും. അപ്പം ഇതൊരു ഉടായിപ്പാ. ഒന്ന് നിങ്ങൾ എല്ലാവരെയും വർഗീയ പാർട്ടി എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ ലീഗിനെ ജനാധിപത്യ പാർട്ടി എന്ന് പറയാം. അപ്പോൾ പിന്നെ നിങ്ങൾ ബാക്കിയുള്ള ആരെയും വർഗീയം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇടരുത്. ഇനി ലീഗ് ഇനി മതപ്പാർട്ടി ആവുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യ വിഭജിക്കാൻ വേണ്ടി, മുസ്ലിം ലീഗാണ് ഇന്ത്യനെ വിഭജിക്കാൻ വേണ്ടിയുള്ള ആദ്യ പരിപാടികൾ നടത്തിയത്. ടവന്മാരാണ് പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞത്. അപ്പം എന്നിട്ടാണ് 1900 ഇതിന് മുന്നേ ചർച്ച നടത്തി 1906 3 ഇത് തുടങ്ങി. എന്നിട്ട് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടി പൊടിയ പരിപാടി 16 ആഗസ്റ്റ് 1946 മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ്റെ പ്രഖ്യാപിച്ചു. എന്ന് വെച്ചാൽ നമുക്ക് പാകിസ്ഥാൻ വന്നിട്ട് വാളും കൊടുവാളും എടുത്തവന്മാർ റോട്ടിൽ ഇറങ്ങി സകല ഹിന്ദുക്കളെയും വെട്ടി നുറുക്കി. എന്നിട്ട് അപ്പം ഇങ്ങനെ കത്തി കുത്തി വാങ്ങിയതാണ് ഈ പാകിസ്ഥാൻ. എന്നിട്ട് അതിനുശേഷം 1940 ശേഷം മുസ്ലിം ലീഗ് ഫുൾ സപ്പോർട്ട് ബ്രിട്ടീഷിന് കൊടുത്തു. ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ഫുൾ സപ്പോർട്ടായിരിക്കും അവരെ ഡിക്ലെയർ ചെയ്തു. ഇങ്ങനെ ഇന്ത്യ വിഭജിച്ചൊരു പാർട്ടിയാണ് ഈ പഴയ മുസ്ലിം ലീഗ്. ഈ പഴയ മുസ്ലിം ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരും അതിൽ മാപ്പിളകളെ നടത്തി, മാപ്പിളകളയിൽ വരെ പങ്കുള്ള, അതിനെപ്പറ്റി സംസാരിച്ച് അത് നടത്തണം എന്ന് പറയുന്നു. ഇസ്ലാം മതവുമായിട്ട് ബന്ധമുള്ള ഈ പറയുന്ന ആളുകൾ ആയിരുന്നു പഴയ ലീഗിലുള്ള. ഈ സെയിം ആൾക്കാർ തന്നെയാണ് നമ്മുടെ പുതിയ ലീഗ് തുടങ്ങിയതും. ഈ ചില ആൾക്കാർ പരിപാടി ഉണ്ട്, അത് പഴയ ലീഗ്, ഇത് ഇന്ത്യേൻ്റെ ലീഗ്, മറ്റേത് വേറെ ലീഗ്, അങ്ങനെയൊന്നുമല്ല. ആ പഴയ ലീഗിൻ്റെ സൗത്തിൽ ആരൊക്കെയാണോ ഉണ്ടായിരുന്നത്, ഇന്ത്യയിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, ഇവരാണ് ഈ പറഞ്ഞ പുതിയ മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതേ ആൾക്കാരാണ്. ഇതേ മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർ മതമാണ് വലുതെന്ന് പറയുന്നുണ്ട്. ലീഗിന് വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വർഗത്ത് പോകുമെന്ന് പറയുന്നുണ്ട്. മറ്റേ കാഫിറിന് വോട്ട് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ അണികൾ പ്രകടനം വിളിച്ച് മതവിദ്വേഷം അല്ലെങ്കിൽ മതത്തിനെതിരെ പ്രകടനം വിളിച്ചതിന് കേസുകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൊടി വരെ ഒരേപോലെയാണ്. അപ്പം ഇതിൻ്റെ ചരിത്രം ഒരേതാണ്, ഇവരുടെ ചിഹ്നങ്ങൾ ഒരേതാണ്, ഇവർ ചെയ്ത പ്രവർത്തികൾ വർഗീയമാണ്. ഇതിൻ്റെ നേതാക്കന്മാർ പഴയ ലീഗിൻ്റെ നേതാക്കന്മാരാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഇതിൻ്റെ അണികൾ പോലും മതപരമായ വിദ്വേഷങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ മതത്തെ വർഗീയമായി ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു വിഭാഗം മതവർഗീയ ഉള്ള ആൾക്കാർ തന്നെയാണ് ലീഗിലുള്ള. അപ്പോൾ ഈ ലീഗ് ഒരു മതവർഗീയ പാർട്ടി തന്നെയാണ്. ഇപ്പം അതിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നുണ്ടെന്നുള്ളൂ. പക്ഷേ ഈ ലീഗിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവർ എത്രത്തോളം വർഗീയവും കൊലപാതകങ്ങളും കലാപങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും.